ക്രിസ്തു യേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ശുഭസന്ദേശത്തിലേക്ക് സ്വാഗതം. വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 31-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: മേലിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും മീതെയുള്ളവൻ, ഭൂമിയിൽ നിന്നുള്ളവൻ ഭൗമികനാകുന്നു, ഭൗമികമായത് സംസാരിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും മീതെയുള്ളവനായി താൻ കാണുകയും കേൾക്കുകയും ചെയ്തത് സാക്ഷീകരിക്കുന്നു. അമ്മയുടെ ഉദരത്തിൽ ഒരു ചെറിയ കണികയായി ജനിക്കുമ്പോഴാണ് മനുഷ്യൻ ഉണ്ടാകുന്നത്. ആ കണികയിൽ നിന്നാണ് അവൻ 9 മാസം അമ്മയുടെ ഗർഭപാത്രത്തിൽ വളർന്ന് ഈ ലോകത്തിലേക്ക് വരുന്നത്. അതിനാൽ വിശുദ്ധ വേദപുസ്തകം അനുസരിച്ച് ഗർഭഛിദ്രം ഒരു വലിയ പാപമാണ്. മനുഷ്യൻ ഭൂമിയിൽ നിന്നുള്ളവനാണ്, അവൻ്റെ വാക്കുകൾ ഭൂമിയിൽ നിന്നുള്ളവയാണ്. അതിലവൻ്റെ പാപസ്വഭാവം തെളിവായി കാണാം. പാപത്തിൻ്റെ ശിക്ഷ നരകമാണ്. എന്നാൽ സ്വർഗത്തിൽ നിന്ന് വന്ന നിത്യനായ കർത്താവായ യേശുക്രിസ്തു തൻ്റെ ക്രൂശിലെ യാഗത്തിലൂടെ മനുഷ്യരാശിക്ക് രക്ഷാമാർഗം ഒരുക്കുന്നതിനായി ഈ ലോകത്ത് മനുഷ്യനായി അവതരിച്ചു. അവൻ നമുക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. അവൻ ഉയരത്തിൽ നിന്നാണ് വന്നത്. വഴിയും സത്യവും ജീവനും അവനാണ്. അവനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ.